ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിക്സഡ് ഡയറീസ്. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇന്നലെ നോക്കിയ മലയാളം സാഹിത്യത്തിലെ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ്. ഏകദേശം 100ഓളം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഈ 2 വീഡിയോകളായിട്ട് ചർച്ച ചെയ്യുന്നത്. ഡിഗ്രി പ്രിലിംസ് ഒക്കെ വരാൻ പോവുകയാണ്, അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മലയാള സാഹിത്യം. PSC ബുള്ളറ്റിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കൂടെ കൂട്ടുക. നമുക്ക് ഒരുമിച്ച് പഠിച്ച് മുന്നേറാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഭാഷാഭൂഷണം രചിച്ചത് ആര്? AR രാജരാജവർമ്മ. എൻ്റെ വക്കീൽ ജീവിതം ആരുടെ ആത്മകഥയാണ്? തകഴി. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? എഴുത്തച്ഛൻ. നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കവി ചങ്ങമ്പുഴ. ലീലാതിലകം എന്ന വ്യാകരണ ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് ഏത് ഭാഷയിലാണ്? സംസ്കൃതം. വയലാർ ഗർജിക്കുന്നു ആരുടെ കവിതയാണ്? P. ഭാസ്കരൻ. വൃത്തമഞ്ജരി രചിച്ചത്? AR രാജരാജവർമ്മ. കേരള പാണിനി എന്ന പേരിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാര്? AR രാജരാജവർമ്മ. കുടിയൊഴിക്കൽ എന്ന കൃതി രചിച്ചത്? വൈലോപ്പിള്ളി. മാലി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്? V. മാധവൻ നായർ. കോവിലൻ എന്ന തൂലികാനാമത്തിനുടമ? VV അയ്യപ്പൻ. ഓപ്ഷൻസ് കൊടുത്തേക്കുന്നത് കണ്ടോ? A. അയ്യപ്പൻ, അയ്യപ്പ പണിക്കർ, അയ്യപ്പൻ പിള്ള, VV അയ്യപ്പൻ. അപ്പം ഒരു സാഹിത്യകാരൻ്റെ പേര് പഠിക്കുമ്പോൾ അത് ഇൻഷ്യൽ സഹിതം ഫുള്ളായിട്ട് പഠിക്കുക കേട്ടോ. നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന്. ആരുടെ വാക്കുകളാണിത്? കടമ്മനിട്ട. ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്ക്? ശൂരനാട് കുഞ്ഞൻപിള്ള. കാക്കനാടൻ എന്ന തൂലികാനാമത്തിനുടമ? ജോർജ് വർഗീസ്. കൃഷ്ണഗാഥയുടെ കർത്താവ്? ചെറുശ്ശേരി. കേരളത്തിലെ ജനകീയ കവിയായി അറിയപ്പെടുന്നത്? ചങ്ങമ്പുഴ. ഉമാകേരളം രചിച്ചതാര്? ഉള്ളൂർ. മാമ്പഴം എന്ന കാവ്യം രചിച്ചതാര്? വൈലോപ്പിള്ളി. ദക്ഷിണേന്ത്യൻ ഭാഷകൾക്ക് ദ്രാവിഡം എന്നു പേരു നൽകിയത്? ക്വാൽ ഡ്വൽ. ആരുടെ രചനയാണ് കാച്ചിക്കുറുക്കിയ കവിത എന്നറിയപ്പെടുന്നത്? വൈലോപ്പിള്ളി. ഏത് വൃത്തത്തിലാണ് എഴുത്തച്ഛൻ കിളിപ്പാട്ട് എഴുതിയത്? കേക. മലയാള ഭാഷാ നിഘണ്ടുവായ ശബ്ദതാരാവലിയുടെ കർത്താവ്? ശ്രീകണ്ഠേശ്വരം G. പത്മനാഭപിള്ള. ആരുടെ ആത്മഹത്യയെ തുടർന്നാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള രമണൻ എന്ന കാവ്യം രചിച്ചത്? ഇടപ്പള്ളി രാഘവൻ പിള്ള. ഏത് രാജാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചത്? ഓപ്ഷൻ D ആണ് ഉദയവർമ്മൻ കോലത്തിരി. ഗൗഡ സാരസ്വത ബ്രാഹ്മണരുടെ ഭാഷ എന്നറിയപ്പെടുന്നത്? കൊങ്ങിണി. തോന്നക്കൽ ആശാൻ സ്മാരക പ്രസിദ്ധീകരണം ഏത്? വിവേകോദയം. ഇരയമ്മൻ തമ്പിയുടെ ഓമന തിങ്കൾക്കിടാവ് എന്ന താരാട്ട് ആർക്കു വേണ്ടി രചിച്ചതാണ്? സ്വാതി തിരുനാൾ. കൃഷ്ണഗാഥയുടെ വൃത്തമേത്? മഞ്ചരി. മലയാളത്തിനോട് ഏറ്റവും അടുത്ത ഭാഷ? തമിഴ്. ചിത്രയോഗം രചിച്ചതാര്? വള്ളത്തോൾ. സാഹിത്യം രചിച്ചതാര്? AR രാജരാജവർമ്മ. നളചരിതം ആട്ടക്കഥ രചിച്ചതാര്? ഉണ്ണായി വാര്യർ. താഴെ പറയുന്നവരിൽ നിരണം കവികൾ ഉൾപ്പെടാത്തതാര്? കൃഷ്ണപ്പണിക്കർ. അപ്പോൾ നിരണം കവികൾ എന്നറിയപ്പെടുന്നത് മാധവപ്പണിക്കർ, രാമപ്പണിക്കർ, ശങ്കരപ്പണിക്കർ. വജ്രസൂചി എന്ന ഗ്രന്ഥം ആരാണ് എഴുതിയത്? ഹെർമൻ ഗുണ്ടർട്ട്. ദ്രാവിഡ ഗോത്രത്തിലെ ഏറ്റവും പ്രാചീന ഭാഷയാണ് തമിഴ്. മയൂര സന്ദേശം രചിച്ചതാര്? കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. എവിടെയാണ് കുമാരനാശാൻ ജനിച്ചത്? കായിക്കര. കരുണ ചെയ്യുവാൻ എന്തു താമസം കൃഷ്ണ എന്ന കീർത്തനം രചിച്ചത്? ഇരയമ്മൻ തമ്പി. ആധുനിക മലയാള വ്യാകരണത്തിന് അടിത്തറയിട്ടതാര്? AR രാജരാജവർമ്മ. കലക്കത്ത് ഭവനം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുഞ്ചൻ നമ്പ്യാർ. മാനവിക്രമ സാമൂതിരിയുടെ സദസ്സിലെ 18 കവികളിൽ അരക്കവി എന്നറിയപ്പെട്ടിരുന്നത്? പൂനം നമ്പൂതിരി. മലയാളത്തിലെ ആദ്യത്തെ ചമ്പുകൃതി? ഉണ്ണിയച്ചി ചരിതം. പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടാത്തതാര്? പൂന്താനം. അപ്പോൾ പ്രാചീന കവിത്രയം എന്നറിയപ്പെടുന്നത് ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ, എഴുത്തച്ഛൻ.
പ്രസ്തുത കവയിത്രി കുട്ടിക്കുഞ്ഞ് തങ്കച്ചി ആരുടെ മകളാണ്? ഇരയമ്മൻ തമ്പി. കുമാരനാശൻ അന്തരിച്ച വർഷം 1924. കേരള ഇബ്സൻ എന്നറിയപ്പെടുന്നത് എൻ കൃഷ്ണപിള്ള. ഓർക്കുക വല്ലപ്പോഴും എന്ന കൃതി രചിച്ചത് പി ഭാസ്കരൻ. ആരുടെ തൂലികാനാമമാണ് ഒളപ്പമണ്ണ? സുബ്രഹ്മണ്യൻ നമ്പൂതിരി. കേരള ഗാനം രചിച്ചത് ബോധേശ്വരൻ. മലയാളത്തിലെ ആദ്യത്തെ ജനകീയ കവി എന്ന് വിശേഷിക്കപ്പെടുന്നത് കുഞ്ചൻ നമ്പ്യാർ. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായ കവി എഴുത്തച്ഛൻ. മൃഗയ, ഭൂമിക്കൊരു ചരമഗീതം, ഉപ്പ് എന്നിവ രചിച്ചത് ONV. താമരത്തോണി രചിച്ചത് പി കുഞ്ഞിരാമൻ നായർ. നാറാണത്ത് ഭ്രാന്തൻ, ഗംഗ എന്നീ കവിതകൾ രചിച്ചത് മധുസൂദനൻ നായർ. ജ്ഞാനപ്പാന, കൃഷ്ണകർണാമൃതം, സന്താന ഗോപാലം ഇവ രചിച്ചതാര്? പൂന്താനം. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.